ഒരു മാർക്സിസ്റ്റ് രീതി അനുസരിച്ച്, ഒരു സ്വയം വിമർശന രീതി അനുസരിച്ചാണ് ഇവർ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ അതിലേറ്റവും പരമപ്രധാനമായി വേണ്ടത് അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് പറ്റിയ തെറ്റാണ്. ആർക്ക് പറ്റിയ തെറ്റാണ്? അതിന് ഉത്തരവാദി ആരാണ്? ആ ഉത്തരവാദിത്വം ആർക്കാണ്? അത് സംബന്ധിച്ച് എവിടെയും ഒരു പരാമർശവും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചതിനകത്ത് പാളിച്ച സംഭവിച്ചു എന്ന് പറഞ്ഞതിൽ മാത്രമാണ് ആകപ്പാടെ അതൊരു അക്കൗണ്ടബിലിറ്റി എന്നുള്ള നിലയ്ക്കല്ല, അത് അവിടുന്ന് എടുത്ത് ജില്ലാ നേതൃത്വത്തിൻ്റെ തലയിലേക്ക് വെച്ച് കൊടുക്കുക എന്നത് മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. ആർക്കാണ് ആ വീഴ്ച സംഭവിച്ചത്? ആർക്കാണ്? അത് ജില്ലാ നേതൃത്വത്തിൻ്റെ തീരുമാനമാണ്. ആ ജില്ലാ നേതൃത്വത്തിൻ്റെ തീരുമാനത്തിൽ പാളിച്ച സംഭവിച്ചു എന്ന നിലയ്ക്കാണ് അതിനെ വിലയിരുത്തി അവതരിപ്പിക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ശ്രമിക്കുന്നത് എന്നുള്ളിടത്ത് ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് ഒരു പങ്കുമില്ല എന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? അല്ലെങ്കിൽ പാർട്ടി കേഡർമാർ വിശ്വസിക്കേണ്ടത്? ഈ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ വിശ്വസിക്കേണ്ടത് എന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ്. CPM-നെ ഇന്നോ ഇന്നലെയോ അല്ലല്ലോ നമ്മളാരും കാണുന്നത്. അതിൻ്റെ സംഘടനാ രീതി ലോകത്തെവിടെയെങ്കിലും ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ രീതി എന്താണ് എന്ന് ഇത്ര സൂക്ഷ്മമായി അറിയാവുന്ന ഒരു ജനസമൂഹമുള്ളത് വേറെങ്കിലും കാണത്തില്ല. കാരണം കേരളത്തിലെല്ലാവരും അതിനെ അത്ര സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതാർക്കാണ് എന്നുള്ളതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല എന്നിടത്താണ് ഒരു വലിയ പ്രശ്നം ഞാൻ കാണുന്നത്. ഞാൻ ചോദിക്കുന്നത് അതൊരു വിശദീകരിക്കുന്നില്ല, തുറന്നു പറയുന്നില്ല എന്നല്ലാതെ അവർക്കകത്ത് നല്ല ധാരണ അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കണക്കാക്കൂടെ? ഇല്ല, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതല്ലേ? അതാണ് എൻ്റെ ചോദ്യം. അതായത് ഈ വീഴ്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങനെയാണെങ്കിൽ അതാണല്ലോ. ഇപ്പോൾ പല കാരണങ്ങളും പറയുന്നുണ്ട്. അദ്ദേഹം വിശദീകരിച്ച് പറയുമ്പോൾ ഈ പെരുമാറ്റ രീതി, അതുപോലെ ഈ കേഡർമാരുമായിട്ടുള്ള കണക്ട് മിസ്സാവുന്നത്, ഇതെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന MV ഗോവിന്ദനുമാണ് ഇതിനകത്തുള്ള ഉത്തരവാദിത്തം കൂടുതൽ എന്ന കാര്യം പ്രത്യേകമായിട്ട് പറയേണ്ടതുണ്ടോ? അതെല്ലാവർക്കും അറിയില്ലല്ലേ? അല്ല, അത് അങ്ങനെയല്ല. അതാണ് അവർക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് പറഞ്ഞു തന്നെ മുന്നോട്ട് പോകേണ്ട സ്ഥിതി ഇപ്പോൾ ഉണ്ടല്ലോ. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞുകൊള്ളൂ എന്ന് ഈ മുഴുവൻ കേഡർമാരോടും പൊതുസമൂഹത്തോടും എല്ലാം പാർട്ടി പറയുന്ന ഒരു സ്ഥിതി ഉണ്ടാവുന്നത്? കാരണം മുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എല്ലാവരും. അപ്പോൾ മുകളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ അത് പതുക്കെ താഴേക്ക്. ഇപ്പോൾ ഇനിയിപ്പോൾ 3 മാസം നീണ്ടു നിൽക്കാൻ പോകുന്ന എന്ത് പ്രക്രിയയാണ്? ഈ മുകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പ്രക്രിയ അല്ല താഴേക്ക്. ഇനിയിപ്പോൾ റിപ്പോർട്ടിങ് താഴേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഈ ബോട്ടംസ് അപ്പ് എന്നുള്ള രീതിയിൽ എല്ലാം താഴേക്ക് കൊടുക്കുക, മുകളിൽ വേറെ വലിയ പ്രശ്നമൊന്നും ഇല്ലാതിരിക്കുക എന്ന മട്ടിലാണ് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നമുക്കത് കാത്തിരിക്കണം. കാരണം CPM ഒരു ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഇടിപിടിയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമൊന്നും അല്ല. അത് കാത്തിരിക്കേണ്ടത് തന്നെയുണ്ട്. പക്ഷേ അതിലേക്ക് ആ വിലയിരുത്തൽ എത്തുന്നില്ല എന്നുള്ള തോന്നലാണ് എനിക്കിപ്പോൾ തോന്നിയത്. കാരണം ഇപ്പോൾ ഭരണപരമായ എന്തെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ച് ഒരു പരാമർശവും ഇല്ല. വകുപ്പുകൾ തന്നെ സൂക്ഷ്മമായി എടുത്തുള്ള വിമർശനങ്ങളും പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ. എന്ന് വെച്ച് ഒന്നും ചെയ്യാത്ത സർക്കാരൊന്നുമല്ല. ഈ കേരളത്തിൽ സമീപകാലത്ത് കണ്ടതിൽ ഏറ്റവും കൂടുതൽ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ച ഒരു സർക്കാർ തന്നെയാണ്. പക്ഷേ ആ സർക്കാരിന് ഈ കേഡർമാരുമായിട്ടുള്ള കണക്ട് വിട്ടു, പൊതുസമൂഹവുമായിട്ടുള്ള കണക്ട് വിട്ടു, കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് കൂടി വളരെ പരമപ്രധാനമായ സംഗതിയാണ്. പിന്നെ അത് ബോധ്യപ്പെടുത്താനുള്ള രീതി എന്താണെന്നുള്ളത് ഇപ്പോൾ ആളുകൾക്ക്, മാറി നിന്ന് കാണുന്ന ആളുകൾക്ക് ഈ ബന്ധം അങ്ങ് നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പിക്കാവുന്ന കുറേ സംഭവങ്ങളുണ്ടായി. ഇപ്പോൾ വീട്ടിൽ പോയി ചോദിക്കാൻ പറയുന്നത് ആ ബന്ധമില്ലാത്തത് കൊണ്ടാണ് എന്ന് ബോധ്യം ആണ് ആളുകൾക്ക് കൂടുതൽ പൊതുവേ ഉണ്ടായത് അത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ. അപ്പോൾ ഇതിനെല്ലാം കാരണം എന്താണ് എന്നുള്ള വിലയിരുത്തലിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. പിന്നെ ഈ സമാന്തരമായി വന്നിരിക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ CMRL-മായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്ന ആരോപണങ്ങൾ, ഇത്തരം ആരോപണങ്ങൾക്കൊക്കെ ഈ ആരോപണങ്ങളെ എങ്ങനെയാണ് ഇവർ ചർച്ച ചെയ്തത്? അല്ലെങ്കിൽ ഇത് ചർച്ചയേ ചെയ്യേണ്ടതില്ല എന്നായിരുന്നോ സംസ്ഥാന സമിതി തീരുമാനിച്ചത്? അപ്പോൾ അങ്ങനെ കുറേ സംശയങ്ങൾ നമുക്ക് സ്വാഭാവികമായും ഉണ്ടാക്കുന്ന തരത്തിൽ തന്നെയാണ് ഇന്നത്തെയും വിശദീകരണം പോയത്. ബാക്കി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. പിന്നെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെയൊക്കെ കാര്യം പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ഇപ്പോൾ P. ജയരാജൻ പറഞ്ഞത് ആദ്യമായി പറയുന്ന കാര്യങ്ങളല്ല. ഇന്നിപ്പോൾ ഒടുവിൽ P. ജയരാജൻ അല്ലെങ്കിൽ ഒടുവിൽ CPIM എന്ന് പറഞ്ഞിട്ടൊരു മാധ്യമ സ്ഥാപനത്തിൻ്റെ കാർഡ് ഞാൻ കണ്ടു. ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും ഇവരാരും പറഞ്ഞാൽ അത് വാർത്തയാവില്ല. അപ്പോൾ പറയേണ്ടത് പിണറായി വിജയനായിരുന്നു, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. ഇവരത് പറഞ്ഞില്ല. അപ്പോൾ ആർക്കാണ് ഈ അക്കൗണ്ടബിലിറ്റി? ഇന്നിത് വാർത്തയാണ്. ഇപ്പോൾ M. സ്വരാജ് പറഞ്ഞപ്പോൾ വാർത്തയല്ല. P. ജയരാജൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹം ആവർത്തിക്കുകയാണ്. അപ്പോൾ വാർത്തയല്ല. അന്നത് വാർത്തയാവാത്തത് ഇപ്പോൾ എങ്ങനെയാണ് വാർത്തയാവുന്നത് എന്നുള്ളതൊരു ചോദ്യമല്ലേ? അന്ന് പറയേണ്ടവർ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ആര് പറഞ്ഞാലും വാർത്തയാവുന്ന തരത്തിലേക്ക് ആ വിഷയം വന്നപ്പോഴാണ്. അന്ന് ഇവർ പറയേണ്ടവർ പറഞ്ഞില്ല എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതിൽ ആ അക്കൗണ്ടബിലിറ്റി അവിടെ എടുത്തു പറഞ്ഞ് തന്നെ വേണം പോകാൻ എന്നുള്ളിടത്താണ് അത് സംഭവിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നത്.